ഹലോ ഡെവിൽ ഗ്യാങ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നമ്മളെ ഡെവിൽ ആൻഡ്സ് സീരീസ് ഇല്ലേ, അതിൻ്റെ എപ്പിസോഡ് നമ്പർ 2 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി വീടാണ് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ബിഗൈൻ. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയ വീടായിരുന്നു. അപ്പോൾ ഈ വീട് ഇനി വില്ലേജറിന് വിട്ട് കൊടുക്കണം. വിട്ട് കൊടുക്കണം. ഞാൻ വാടകയ്ക്ക് ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഇത്ര റിസോഴ്സേ ഉള്ളൂ, ഫുള്ള് കളക്ട് ചെയ്യണം. അപ്പോൾ മരം കുറേ വെട്ടാനുണ്ട്, കുറേ വുഡ്സ് വേണം, കുറേ പ്ലാങ്ക്സ് വേണം. പിന്നെ തന്നെ നമ്മളെ ഇതില്ലേ സ്റ്റെയർ കേസ്, അത് വേണം കുറച്ച്. പിന്നെ നമ്മളെ ഡോർസ് വേണം, ഫ്ലവേഴ്സ് വേണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു വീട് ഉണ്ടാക്കിയിട്ട് ആ വീടിൻ്റെ എൻട്രിയിൽ മറ്റേ എൻട്രി ഉണ്ടാവുമല്ലോ, ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഒരു എൻട്രി ഉണ്ടാവും. ആ എൻട്രി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഡോർ എങ്ങനെ ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് പൂവുണ്ടാവും. ആ പൂ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഡോറുണ്ടാവും. ആ ഡോറിന് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബേസ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്ലാങ്ക് വെടുത്താനുണ്ട്, ആ പ്ലാങ്ക് മൊത്തം കളക്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് വുഡ് ഇവിടെ ഇട്ടതിന് ശേഷം ഇതൊക്കെ മൈൻ ചെയ്ത് മാറ്റാം. ഓക്കെ, ഇതുപോലെ എല്ലാ വില്ലേജറിൻ്റെ ഇതും കൂടി മൈൻ ചെയ്തുകൊണ്ട് കുറേ പ്ലാങ്ക് കിട്ടും. ഓക്കെ, പൊട്ടാറ്റോ വരിക്കാൻ നിൽക്കാൻ കഴിയോ? ഇല്ല, നിൽക്കടാ. ഞാൻ എന്ത് കളി കളിച്ചിട്ട് പൊട്ടാറ്റോക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുന്നില്ല ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമായി. മോനെ ഞാൻ തച്ച് കൊന്ന്, വേറെ കാര്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് മരം വേണമായിരുന്നു. ഓക്കെ, രാത്രി എൻ്റെ ബെഡിൽ ഒന്നും കണ്ട് കിടന്നുറങ്ങാം. ഒരിത്തിരി പൊട്ടാറ്റോ ചോദിച്ചപ്പോൾ അല്ലേ, അവിടേക്ക് എനിക്ക് ഇപ്പം ശരിയാക്കി തരാം. എണീക്കടാ അവിടുന്ന്. എണീടാ, എന്നോടല്ല പറയണത്. കണ്ടില്ല ഗൈസ്, എൻ്റെ ബെഡ്മ കയറി കിടക്കാണ്. ഓനെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എന്നെ പറയും. ഇവിടെ തച്ച് കൊല്ലല്ലേ. ബൂം. എടാ, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ ഗൈസ്, നമുക്ക് കിടന്നുറങ്ങാം. ഓൻ പോയിട്ടുണ്ട്, ഓന് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. ഓക്കെ, ഒരു മോൺസ്റ്റർ ഉണ്ടായിരുന്നു, അതിനെ കൊന്നു, വേറെ കാര്യം. ഓക്കെ, ഇത് പൂട്ടാം. ഓക്കെ, ഇന്ന് നമ്മൾ ഫുൾ കളക്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, കുറേ വുഡ് കളക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മൾ എൻ്റെ ബേസ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം ഇതായിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ വെറുതെ വുഡൊക്കെ മൈൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടിരുന്നു, നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലം. എന്നിട്ട് ഇവിടെ ഒരു മറ്റേ റൺവേ പോലത്തെ ഒരു വേ ഉണ്ട്, റോഡ് പോലെ. ഓക്കെ, കുറച്ച് വുഡ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്ലാങ്ക്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. അതിന് മുമ്പായിട്ട് കുറച്ചും കൂടി വുഡ് വേണ്ടി വരും. തൽക്കാലം അവിടെ ഒരു മരം ഉണ്ട്, ആ മരത്തിൽ വന്നെടുക്കാം. ഓക്കെ, കുറച്ച് വുഡ് വേണം. ഞാൻ വിചാരിക്കുന്ന ആദ്യം ഒരു ബോക്സ് പോലെ ഇവിടെ ആയിട്ട് ഇങ്ങനെ 1 2 3 4 5 6 അല്ല വേണ്ട, 5 മതി. ഒന്ന് മൈൻ ചെയ്യാം. ഓക്കെ, 4 മതി, അതാ നല്ലത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് വാട്ടർ ബക്കറ്റ് എമൽജാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. ബൂം, ഐ ആം ഗോഡ് ബ്രോ. ഓക്കെ, ഇവിടുന്ന് ഇവിടെ മെയിൻ 1 2, അപ്പോൾ ഇവിടുന്ന് 1 2 3 ഇവിടെ വരണം. ഓക്കെ, 4 ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് 3 കണക്ട് ചെയ്യണം. ഓക്കെ, കണക്റ്റിങ്. ഓക്കെ, ഇതിവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നോക്കണം. ഇതിപ്പോൾ കാണാനും വലിയ മാനൊന്നുമില്ല, അത് പൊളിക്കണോ? അല്ലേ വേണ്ട, ഇവിടുന്ന് ബാക്കോട്ടേക്ക് ഇവിടെ ആയിട്ട് ഒരു ബോക്സ് മോഡൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ബോക്സ് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വുഡ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഇതിന് പകരം വുഡ് ഫില്ല് ചെയ്യാമെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു കോബിൾ സ്റ്റോൺ ഫില്ല് ചെയ്യാമെന്ന്. കോബിൾ സ്റ്റോണിന് വേണ്ടി എന്തായാലും മൈൻ ചെയ്യാൻ പോകണം. മൈനിങ് ഒക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യും, മൈനിങ് ഒക്കെ. അപ്പോൾ ഈ എപ്പിസോഡിൽ ആദ്യം ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ മുന്നിൽ നിന്ന് കാണാൻ നമ്മൾ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാവും. ഇനി അതിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചടപ്പ് ലുക്ക് ഉണ്ട്, എന്നാലും സ്ട്രക്ചർ ഓക്കെയാണ്. ഓക്കെ, നമ്മളിവിടെ ഇത് മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ ഡേർട്ടൊക്കെ മാറ്റണം ഇവിടുന്ന്. ഓക്കെ, പുറത്തുനിന്ന് നോക്കി എങ്ങനെ ഉണ്ടാവും, തൽക്കാലം കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇത് വെക്കും, എന്താ പറയുക, സ്റ്റെയർ കേസ് വെച്ചുകൊണ്ട് ഒരു ഓട് ഫീല് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തുകൊണ്ട് ആദ്യം ഒരു ഇത് ഉണ്ടാക്കണം, സ്റ്റെയർ ഉണ്ടാക്കണം. ഓക്കെ, സ്റ്റെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റെയർ എന്നിട്ട് ആദ്യം ഇവിടെ വെച്ച് നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. രാത്രിയായി ഗൈസ്,
രാത്രി ഞാൻ യൂസ് ചെയ്യുന്ന നൈറ്റ് വിഷൻ പാക്ക് ഉണ്ടായിട്ട് രാത്രി അത് മനസ്സിലാവാത്ത. രാത്രി ഇവിടെ ആകാശം കണ്ടാൽ മനസ്സിലാവും, ഡാർക്ക് ഫീൽഡ്. ഓക്കെ, ഓട് ഇങ്ങനെ ഉണ്ടാവും. ടെൻറ്റ്. ഈ ഓടിന് പകരം ഞാൻ ഒരു സ്ലാബ് ഉണ്ടാക്കി വെക്കാം. ആ ഓടിൻ്റെ മുകളിൽ എന്തോ ഒരു കാലിയായിട്ട് തോന്നുന്നുണ്ട്. ഒരു സ്ലാബ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഇനി ഇത് മൈൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സ്ലാബ് ഇടാം. അതിൻ്റെ ഇവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം സ്ലാബ്സ്. ഓക്കെ. ഓ, ക്രീപ്പർ ഗൈസ്, ജസ്റ്റ് മിസ്. എനിക്കൊരു ചെറിയൊരു ജലദോഷം ഉണ്ട്, അതിനെക്കൊണ്ട് ചെറുതായിട്ട് വോയിസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മളത് ഇവിടെ ആദ്യം ഓട് ഫുള്ളാവുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇത്. ഓക്കെ, നമ്മൾ ഓട് ഇവിടെ ഫില്ലായിട്ടുണ്ട് ഗൈസ്. ഇനി അടിയിൽ പോയിട്ട് ഞാൻ കാണിച്ചറിയാം അതിൻ്റെ ലുക്ക്. ഓക്കെ, ഇവിടെ. ഓക്കെ, ഓ ഗൈസ്, ബാക്കിൽ ക്രീപ്പർ. ഓക്കെ. ഓ സോറി, ക്രീപ്പർ അല്ല, സോംബീസ്. ഓക്കെ, എൻ്റെ സോഡ് പൊട്ടിപ്പോയി ഗൈസ്, സാറിൻ്റെ ആ സോഡ് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ റോയിഡ് നെതർ പോർട്ടൽ ഉണ്ടായിരുന്നു, അവിടുന്ന് കിട്ടിയാണ്. ഓ ഗൈസ്, 1 HP അടിക്കല്ലേ 1 HP. ഓ ഷിറ്റ്. ഓക്കെ, ഞാൻ ബ്ലോക്ക് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു ബാക്കിൽ വേറെ കാര്യം. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറാം. ഓക്കെ. ഓ ഷിറ്റ്. ഓക്കെ, ഇത് ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ മറ്റേത് വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയ ട്രെയിലർ. ഓക്കെ, ആ ട്രെയിലർ ഞാൻ കാണിച്ചു തരാം. ഇത് ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അത്ര കേണ്ടാ മതി നിങ്ങൾ. ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് കാണിച്ചു തരാം. എഡിറ്റ് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ 1 2 3. ഓ ഷിറ്റ്. ഓക്കെ, പോട്ടെ, സാരില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, ഫില്ലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ വീട് ഇങ്ങനെയാണ്. ഔട്ട് എന്താ ഞാൻ പറയണത്. ഓക്കെ, അകത്ത് ഇങ്ങനെ പൂ ഡിസൈൻ ഉണ്ട്. ഇത് വലിയ രസമായിട്ട് എനിക്ക് തോന്നണമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി, മാറ്റണമെങ്കിൽ പറഞ്ഞാൽ മതി. ആ മാറ്റുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. വെറുതെ ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി കൊടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ സ്പേസ് ഉണ്ടാവും. ഇവിടെ ഒരു സ്റ്റെയർ ഉണ്ട്. സ്റ്റെയർ കയറി കഴിഞ്ഞാൽ അങ്ങനെ അവിടെ ആയിട്ട് നമ്മളെ ബാൽക്കണി വരും. പിന്നെ ഇവിടെ ആയിട്ട് നമ്മളെ ബെഡ്റൂം സെറ്റ് ചെയ്യണം. ആൻഡ് ഇവിടെ ഒരു ഡോറ് വരും. ഡോർ മീൻസ് ഒരു മതിൽ പോലെ വരും. ഇവിടെ നമ്മളെ ഇതും സെറ്റ് ചെയ്യും, ബെഡും സെറ്റ് ചെയ്യും. ആൻഡ് ഇവിടെ ഞാൻ വിചാരിക്കുന്നത് നമ്മളെ നെതറിന് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാമെന്ന്. ഓക്കെ, ഈ ഭാഗത്താ ഈ വുഡ് ഇങ്ങനെ ക്ലോസ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു ഡോറ് മാത്രം വെക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എൻജാനിങ് സെറ്റപ്പ് ആക്കും. അതാണ് എൻ്റെ മെയിൻ പ്ലാൻ, നമ്മളെ വീട്ടിൻ്റെ അകത്ത് എൻജാനിങ് സെറ്റപ്പിൻ്റെ. ഇത് മൈൻ ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഇത് അവിടെ നിന്ന് ഒരു എൻ്റർ പേരിൽ എറിഞ്ഞാൽ നമ്മളിത് അവിടെ എത്തും. നമ്മളെ എൻ്റർമാൻ്റെ പവർ ആയിട്ട് ഇവിടെ എത്തും, നേരെ വീട്ടിൻ്റെ മുന്നിൽ. ഓക്കെ, എൻ്റർ പേരിൽ നമ്മളെ എപ്പോഴേയും കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതാണ് നമ്മളെ ഫുൾ സാധനം. ഇത് മൊത്തം ഇനി ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇനി ഇവിടെ ആയിട്ട് നമ്മളെ ഫർണൻസ് വരും, പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ വരും, അങ്ങനത്തെ പലതും വരും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇത് ഫ്ലിപ്പാവുന്ന മാതിരി ഉണ്ടാവും. അത് ഞാൻ ഫോണിൻ്റെ ഇത് ഫ്ലിപ്പാക്കുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് റിസൊല്യൂഷൻ കറക്റ്റ് അല്ല, അപ്പോൾ ഫ്ലിപ്പാക്കുമ്പോൾ അത് ശരിയാവുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഫോഗ് വന്നിട്ടുണ്ട്. ഫോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇത് മഴ പെയ്യുന്നുണ്ട്, അതിനെ കൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ സീരീസൊക്കെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എത്രയും വേഗം നമ്മളെ സീസൺ നമ്പർ 1 എപ്പിസോഡ് നമ്പർ 3 ഉറപ്പായിട്ടും ഈ അടുത്ത് തന്നെ ഇറങ്ങും, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇറങ്ങും. അപ്പോൾ നമ്മൾ അതിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെറ്റ് ആർമർ അയണിൻ്റെ ഫുൾ സെറ്റ് ആർമർ റെഡി ആക്കുക എന്നുള്ളതാണ്.
പിന്നെ നമ്മളെ വില്ലേജറിന് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം, അതെപ്പോഴാണെന്ന് അല്ലാതെ. അപ്പോൾ അടുത്ത വീഡിയോ വരെ പീസ് ഔട്ട്.